ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രബുദ്ധമായ ഒരു സംസ്കാരത്തിൽ അധിഷ്ഠിതമായ രാജ്യമാണ് ഇന്ത്യയെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. 5 രാജ്യങ്ങളിലെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. കേരള സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ തിരുവനന്തപുരത്തെത്തും. ആഗോളതലത്തിൽ ഇന്ത്യയെ കായിക ശക്തി കേന്ദ്രമാക്കുകയാണ് പുതിയ കായിക നയത്തിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര സഹമന്ത്രി രക്ഷ നിഖിൽ ഖഡ്സെ. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരത്തിന് ഇന്ന് വെസ്റ്റ്മിൻസ്റ്ററിൽ തുടക്കം. വിംബിൾഡൺ ടെന്നീസ് വനിതാ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ഇന്ത്യ കേവലം രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമല്ലെന്നും പ്രബുദ്ധമായ ഒരു സംസ്കാരം രാജ്യത്തിനുണ്ടെന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ജെഎൻയുവിന്റെ ഇന്ത്യ വിജ്ഞാന വ്യവസ്ഥകൾ എന്ന വിഷയത്തിലുള്ള 1ാം വാർഷിക അക്കാദമിക് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തിന് തന്നെ അറിവിന്റെ പാഠം പകർന്നു നൽകാൻ ഇന്ത്യയ്ക്ക് സാധിച്ചതായും പ്രാചീന സർവകലാശാലകൾ അറിവിന്റെ കേന്ദ്രങ്ങളായിരുന്നുവെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. India's story is an unbroken narrative of human aspiration towards knowledge, harmony, transcendence. Long before universities of Europe came into being, these universities began to stir. India had already established, much before, thriving centers of learning. Our ancient land was home to luminous centers of intellectual life, Takshila, Nalanda, Vikramshila, Vallabhi, Odantpuri. These were the towering citadels of knowledge. 5 രാജ്യങ്ങളിലെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. ഘാന, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, അർജന്റീന, ബ്രസീൽ, നമീബിയ എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത്. ഈ രാജ്യങ്ങളും ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് വിവിധ രാഷ്ട്ര തലവന്മാരുമായി ശ്രീ നരേന്ദ്രമോദി ആശയവിനിമയം നടത്തി. റിയോ ഡി ജനീറോയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുത്തു. ബിജെപി മുതിർന്ന നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ നാളെ തിരുവനന്തപുരത്തെത്തും. മറ്റന്നാൾ ബിജെപിയുടെ പുതിയ സംസ്ഥാന കാര്യാലയം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. പുത്തരിക്കണ്ടം മൈതാനത്ത് തെക്കൻ ജില്ലകളിലെ ബൂത്ത് ലെവൽ നേതാക്കളെ അഭിസംബോധന ചെയ്യുന്ന അദ്ദേഹം ബിജെപി സംസ്ഥാന നേതൃയോഗത്തിലും പങ്കെടുക്കും. കണ്ണൂർ തളിപ്പറമ്പിൽ ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിലും കേന്ദ്രമന്ത്രി ദർശനം നടത്തും. രാജ്യത്തെ ശരിയായ ദിശയിൽ മുന്നോട്ട് നയിക്കാൻ കായിക രംഗത്തിന് സാധിക്കുമെന്ന് കേന്ദ്ര കായിക സഹമന്ത്രി രക്ഷ നിഖിൽ ഖഡ്സെ തിരുവനന്തപുരം കാര്യവട്ടം LNCPയിലെ പുതിയ മെഡിക്കൽ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. പുതിയ കായിക നയത്തിലൂടെ ആഗോളതലത്തിൽ ഇന്ത്യയെ കായിക ശക്തി കേന്ദ്രമാക്കുകയാണ് ലക്ഷ്യം. യുവജനതയെ ലഹരി, മാനസിക പ്രശ്നങ്ങൾ എന്നിവയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് കായിക മേഖലയ്ക്ക് സാധിക്കുമെന്നും ശ്രീമതി രക്ഷ നിഖിൽ ഖഡ്സെ പറഞ്ഞു. മികച്ച കായിക താരങ്ങൾ, പരിശീലകർ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടെ 50,000-ലധികം ജോലികൾ വാഗ്ദാനം ചെയ്യുമെന്ന് ഇന്ത്യൻ റെയിൽവേ. ആദ്യപാദത്തിൽ ഇതുവരെ 9,000-ലധികം നിയമനങ്ങൾ നടത്തി. 2024 മുതൽ ഇതുവരെ 1.08 ലക്ഷം ഒഴിവുകൾക്കായി 1.86 കോടിയിലധികം ഉദ്യോഗാർത്ഥികളാണ് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷകൾ എഴുതിയത്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വഴിയുള്ള തട്ടിപ്പ് തടയുന്നതിന് എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും 100% ഇലക്ട്രോണിക് ജാമറുകൾ വിന്യസിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കി. കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പ്രാദേശിക കൌൺസിലിന്റെ 27ാമത് യോഗം ഇന്ന് റാഞ്ചിയിൽ നടക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ഝാർഖണ്ഡ്, ബിഹാർ, ഒഡീഷ, പശ്ചിമബംഗാൾ എന്നീ 4 കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 70 പ്രതിനിധികൾ പങ്കെടുക്കും. അന്തർ സംസ്ഥാന പ്രശ്നങ്ങൾ, കേന്ദ്രത്തിൽ നിന്നുള്ള കുടിശ്ശിക തുടങ്ങിയ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. ജനങ്ങളുടെ പരാതികൾ കൈകാര്യം ചെയ്യുന്നതിൽ അടിസ്ഥാനപരമായ മാറ്റം കൊണ്ടുവരേണ്ടത് അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. പരാതിക്കാരുടെ സംതൃപ്തി ഉറപ്പാക്കാൻ പരാതി പരിഹാര സെല്ലുകൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഒരു ദേശീയ ശില്പശാലയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ ജിതേന്ദ്ര സിംഗ്. രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് അക്കാദമിക അറിവുകളും പ്രാവർത്തിക രീതികളും സംയോജിപ്പിച്ചുള്ള തന്ത്രം രൂപപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഡൽഹി IIT സംഘടിപ്പിച്ച ദേശീയ ശില്പശാലയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2070ഓടെ നെറ്റ് സീറോ കാർബൺ എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യയെന്നും അദ്ദേഹം വ്യക്തമാക്കി. കർണാടക MLA SN സുബ്ബറെഡ്ഡിയും കുടുംബാംഗങ്ങളും കൈവശം വച്ചിരുന്ന വെളിപ്പെടുത്താത്ത വിദേശ സ്വത്തുക്കളെക്കുറിച്ചുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ബംഗളൂരുവിലെ 5 സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. കുറ്റാരോപിതരുടെ വീട്, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലാണ് റെയ്ഡ്.
ഇന്ന് ദേശീയ മത്സ്യ കർഷക ദിനം. ഇതോടനുബന്ധിച്ച് കേരളത്തിലെ മത്സ്യകൃഷി രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവച്ച കർഷകർക്കും സ്ഥാപനങ്ങൾക്കും ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതിയിൽ മികച്ച പ്രവർത്തനം നടത്തിയ ജില്ലയ്ക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുമുള്ള പുരസ്കാരങ്ങൾ നൽകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പാലക്കാട് ജില്ലയിലെ നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തച്ചനാട്ടുകര കിഴക്കുംപുറത്ത് കേന്ദ്ര സംഘം പരിശോധന നടത്തി. സെപ്റ്റംബർ മാസം വരെ നിപ കലണ്ടർ പ്രകാരമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരാനാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, ICMR എന്നിവിടങ്ങളിൽ നിന്നുള്ള സംഘമാണ് പ്രദേശത്ത് പരിശോധന നടത്തുന്നത്. രോഗ ഉറവിടം കണ്ടെത്തുന്നതിനായി പ്രദേശത്തെ വവ്വാലുകളുടെ സ്രവം, രക്തം എന്നിവ പരിശോധനയ്ക്കെടുക്കും. കേരളത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടത്തിലെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് മരിച്ച ബിന്ദു വിശ്രുതന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ബിന്ദുവിന്റെ മകൻ നവനീതിന് ഉചിതമായ ജോലി നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ശുപാർശ ചെയ്യും. ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ വായ്പകൾ തിരിച്ചുപിടിക്കുന്നത് ന്യായമായ രീതിയിലും സഹാനുഭൂതിയോടെയും കൂടിയാകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. RBI മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുകയും വേണമെന്ന് ന്യൂഡൽഹിയിൽ NBFC സിമ്പോസിയം 2025 അഭിസംബോധന ചെയ്യവെ മന്ത്രി പറഞ്ഞു. Again, one more important line would be financial inclusion cannot be used as a pretext for financial exploitation. I say this consciously because we get repeatedly reports of how financial inclusion intent of the government, while getting executed in the ground, has brought in, I would believe, inadvertently an exploitation element which has to be carefully weeded out. We do not want വായ്പകൾ വ്യക്തികളിൽ അടിച്ചേൽപ്പിക്കരുതെന്നും പലിശ നിരക്കുകൾ ന്യായമായിരിക്കണമെന്നും ശ്രീമതി നിർമ്മല സീതാരാമൻ അഭിപ്രായപ്പെട്ടു. വിംബിൾഡൺ ടെന്നീസിൽ ഇന്ന് വനിതാ സെമി ഫൈനൽ മത്സരങ്ങൾ നടക്കും. അരീന സെബലങ്ക അമാൻഡ അൻസിമോവയെയും ഇഗ സ്വൈടെക് ബെലിന്ദ ബെൻസിക്കിനെയും സെമി ഫൈനലിൽ നേരിടും. പുരുഷ വിഭാഗം സെമിയിൽ നൊവാക് ജോക്കോവിച്ചും ലോക 1-ാം നമ്പർ താരം യാനിക് സിന്നറും നാളെ ഏറ്റുമുട്ടും. 2-ാം സെമിയിൽ ടെയ്ലർ ഫ്രിറ്റ്സാണ് കാർലോസ് അൽക്കാരസിന്റെ എതിരാളി. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിന് ഇന്ന് വെസ്റ്റ്മിനിസ്റ്ററിൽ തുടക്കമാകും. ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30-നാണ് മത്സരം. ഇരു ടീമുകളും പരമ്പരയിലെ ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ചിട്ടുണ്ട്. ഈ മാസം 24-നാണ് 4-ാം മത്സരം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നതായി മെഡിക്കൽ ബുള്ളറ്റിൻ. തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് അദ്ദേഹം ചികിത്സയിലുള്ളത്. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന മാധ്യമ ശില്പശാല കണ്ണൂർ തളിപ്പറമ്പിൽ ആരംഭിച്ചു. PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ V പളനിച്ചാമി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പത്മശ്രീ പുരസ്കാര ജേതാവ് EP നാരായണൻ പെരുവണ്ണാൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകനായ VB പരമേശ്വരൻ എന്നിവരെ ആദരിച്ചു. ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. പുതിയ നവഗ്രഹ ശ്രീകോവിലിൽ പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള പ്രത്യേക പൂജകൾ ഈ മാസം 12-നും 13-ന് പ്രതിഷ്ഠാ കർമ്മവും നടക്കും. മാളികപ്പുറത്തിന് സമീപമാണ് പുതിയ നവഗ്രഹ ശ്രീകോവിൽ നിർമ്മിക്കുന്നത്. അമർനാഥ് തീർത്ഥാടനത്തിനായി 7300 തീർത്ഥാടകരടങ്ങുന്ന സംഘം ജമ്മുവിലെ ഭഗവതി നഗർ ബേസ് ക്യാമ്പിൽ നിന്ന് ഇന്ന് പുലർച്ചെ യാത്ര തിരിച്ചു. ഇന്നലെ ഏകദേശം 17,000-നോടടുത്ത തീർത്ഥാടകർ കൂടി അമർനാഥ് ദർശനത്തിനെത്തിയതോടെ ഈ വർഷം തീർത്ഥാടനം നടത്തിയവരുടെ എണ്ണം 1,80,000-ആയി. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം തുടരുന്നു. സെൻസെക്സ് 362 പോയിന്റ് നഷ്ടത്തിൽ 83,174-ലും നിഫ്റ്റി 114 പോയിന്റ് കുറഞ്ഞ് 25,362-ലും വ്യാപാരം തുടരുകയാണ്. സ്വർണ്ണവില കൂടി പവന് 160 രൂപ വർദ്ധിച്ച് 72,160 രൂപയും ഗ്രാമിന് 9,020 രൂപയുമാണ് ഇന്ന് വില. കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് ഈ മാസം 12 വരെ കർണാടക തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രബുദ്ധമായ ഒരു സംസ്കാരത്തിൽ അധിഷ്ഠിതമായ രാജ്യമാണ് ഇന്ത്യയെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. 5 രാജ്യങ്ങളിലെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. കേരള സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ തിരുവനന്തപുരത്തെത്തും. ആഗോളതലത്തിൽ ഇന്ത്യയെ കായിക ശക്തി കേന്ദ്രമാക്കുകയാണ് പുതിയ കായിക നയത്തിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര സഹമന്ത്രി രക്ഷാ നിഖിൽ ഖഡ്സെ. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിന് ഇന്ന് വെസ്റ്റ്മിനിസ്റ്ററിൽ തുടക്കം.
വിംബിൾഡൺ ടെന്നീസ് വനിതാ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.